ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊന്നും പറയില്ല, സീറോ അറ്റംപ്റ്റാണ്, സീറോ ട്രേഡാണ്. ട്രേഡ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോയാണ് എൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് 14 തീയതി ഡേറ്റ്. 14 തീയതി നിങ്ങൾ ഈ കാണുന്നതാണ് നിഫ്റ്റി ഇന്ന് ബിൽഡ് ചെയ്തിട്ടുള്ള ക്യാൻഡിൽസ്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ഇടയിലാണ് നിഫ്റ്റി ഇന്നലെ ഓപ്പൺ ചെയ്ത് ഇന്നലെ നിന്നേക്കണത്. ഇന്നത് കണ്ടിന്യൂ ആയിക്കാണ്. പക്ഷേ നല്ല അടിപൊളി ഒരു കണ്ടിന്യൂ ആണ്. ഇജാതി മൂവ്മെൻ്റ് ആണ് നിഫ്റ്റിയുടെ. ഇപ്പം ഇതിൽ ട്രേഡ്സ് എടുക്കാം, പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിന് മാത്രമുള്ള പോയിന്റ് നമുക്ക് കിട്ടില്ല. 10 പോയിൻ്റൊക്കെ കിട്ടണത് വളരെ കുറവായിരിക്കും. 5 പോയിന്റ്, 3 പോയിന്റ്, 2 പോയിന്റ് അങ്ങനത്തെ ലെവലിലൊക്കെയാണ് കിട്ടുള്ളൂ. നമ്മൾ 2-3 ട്രേഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നെ മൂവ്മെൻറ്റ് ഇല്ലയെന്നാണ് പറഞ്ഞ ഗ്രൂപ്പിൽ കേട്ടോ. ഞാൻ സെപ്പറേറ്റ് ട്രേഡ്സ് നിർത്തി കാണിച്ചു തരുന്നില്ല. ഇത്രയും സ്ട്രൈക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ആ 2-3 ട്രേഡ് കിട്ടിയിട്ടുണ്ട്. എല്ലാം 10 മിനിറ്റിൽ എക്സിറ്റ് അടിച്ച് നിങ്ങൾ ഇറങ്ങണം. അതാണ് അവിടുത്തെ പോയിന്റ്. കൂടുതൽ നേരം ഹോൾഡ് ചെയ്യാനുള്ള സാഹചര്യം മാർക്കറ്റിലില്ല. ബേസിക്കലി നമ്മൾ ഒരു ട്രേഡ് എടുത്ത് 2 ട്രേഡ് എടുത്താലാണ് അത് മനസ്സിലാവുള്ളൂ. ഒരു 10:30-ക്കുള്ളിലാണ് ഒരു ട്രേഡ് കിട്ടണത്, മനസ്സിലായത്. ഫ്രീ ഗ്രൂപ്പിൽ 10:30-ക്കുള്ളിലാണ് ഒരു ട്രേഡ് കിട്ടിയത്. ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങുക. അതാണ് ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അങ്ങനെ ചെയ്തിറങ്ങുന്നവർക്ക് വലിയ തട്ടലും മുട്ടലില്ലാണ്ട് പോവാം. കാര്യം ലോസ് ആയിരിക്കും കേട്ടോ, ലോസ് ആയിരിക്കും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രം ലോസ് ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ 2 പോയിന്റ് 1 പോയിന്റ് വെച്ചിട്ട് ഓരോ ട്രേഡിലും നമ്മൾ കൊടുക്കേണ്ട വരും ലോസ്. ഹോൾഡ് ചെയ്തിരുന്ന പ്രോഫിറ്റ് കിട്ടില്ലേ, പിന്നെ ലോസിൻ്റെ കാര്യം തന്നെ പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ 2-3 ട്രേഡ് കൊടുത്തു, പിന്നെ ഒന്നും ആക്ടിവേഷൻ ആയിട്ടില്ല. പിന്നെ ഞാനൊന്നും പറയണില്ല, ഇത്ര കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ടോട്ടൽ ഒരു സീറോ ട്രേഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലേക്ക് തന്നെ ഇടാം. പിന്നെ ഞാൻ ക്രൂഡ് ഓയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്രൂഡ് ഓയിൽ ഒരു മൂവ്മെൻറ്റൊക്കെ കാണിക്കുന്നുണ്ട്, എന്തായാലും നോക്കാം. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. ട്രേഡിംഗ് ഡേയ്സിൽ ഇങ്ങനത്തെ ഡേയ്സും വരും. പലരും ഭയങ്കര എക്സൈറ്റഡ് ആണ്, മനസ്സിലായില്ലേ. എനിക്ക് രാവിലെ ഭയങ്കര വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കഴിഞ്ഞ 3 ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി പ്രോഫിറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ട്രേഡ്സ് കിട്ടണില്ലല്ലോ. അപ്പോൾ അത് കിട്ടാനുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കാം അങ്ങനത്തെ ടീംസ് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് കാര്യമില്ല. പ്രോഫിറ്റ് വരുന്ന ദിവസങ്ങളിൽ നല്ല പ്രോഫിറ്റ് എടുക്കാൻ നോക്കുക. എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ. പ്രോഫിറ്റ് വരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നല്ല രീതിക്ക് പ്രോഫിറ്റ് ബിൽഡ് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ എസ് എൽ അടിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കണ്ടിന്യൂസ്ലി ചിലപ്പോൾ ഒരാഴ്ച എസ് എൽ അടിക്കാം. അപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടാവുക ആ എടുത്ത പ്രോഫിറ്റ് ആയിരിക്കും നിങ്ങളെ രക്ഷിക്കുന്നുണ്ടാവുക, നിങ്ങളുടെ ക്യാപിറ്റലിന്. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഇഷ്ടംപോലെ പ്രോഫിറ്റ് എടുക്കാൻ നോക്കുക. അതാണ് എനിക്ക് ആകെ ഒന്ന് പറയാനുള്ളൂ. അത് എത്രത്തോളം ആൾക്കാർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ആൾക്കാർക്ക് ഈ ഒരു മേഖലയിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇപ്പോഴും അതൊരു സൈഡ് ഇൻകം ആയിട്ടാണ് കണക്കാക്കണത്. അതാണ് അടുത്ത പ്രശ്നം. മെയിൻ ഇൻകം ആയിട്ട് കണക്കാക്കാമെന്നല്ല ഉദ്ദേശിക്കണത്. നിങ്ങളുടെ ജോലി കാണിച്ചിട്ട് ഇത് മെയിൻ ഇൻകം ആക്കണം എന്നല്ല പറയണത്. അത് നിങ്ങൾ പഠിച്ച് വരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സൈഡ് ഇൻകം ആയിട്ട് ജീവിതാവസാനം മുഴുവൻ നിങ്ങളങ്ങനെ കണക്കാക്കാനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിലൊരു നല്ലൊരു റിട്ടേൺ നിങ്ങൾക്ക് കിട്ടില്ല. സൈഡ് ഇൻകത്തിൽ നിന്ന് മെയിൻ ഇൻകം ആവണം, അതാണ് കാര്യം. അപ്പോൾ നല്ല രീതിക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ക്യാൻഡിൽസിൻ്റെ ഫോർമേഷൻ ഇതിലൊരു 50% ആൾക്കാരും ക്യാൻഡിൽസ് നോക്കാത്ത ആൾക്കാരാണ്. മീൻസ് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ അവിടെ കാര്യങ്ങൾ വരച്ചു തരുന്നുണ്ടാവും. നിങ്ങൾ ക്യാൻഡിൽസ് മറ്റേ ആക്ടിവേഷൻ ക്യാൻഡിൽസ് നോക്കുന്നുണ്ടാവും. അത് 50% ആൾക്കാർ നോക്കണ്ടാവുള്ളൂ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ ഇങ്ങനെ നോക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരു ദിവസം ക്യാൻഡിൽ ഇങ്ങനെയൊക്കെയാണ് ഫോർമേഷൻ ചെയ്യണത് എന്നൊക്കെ കാണുന്ന സമയത്ത് ഒരു ഐഡിയ കിട്ടണം നിങ്ങൾക്ക്. ആ ഐഡിയയിലേക്ക് എന്ന് വരുന്നു അന്നാണ് നിങ്ങൾക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുവരെ ഈ പറഞ്ഞ പെയ്ഡ് ഗ്രൂപ്പ് കോഴ്സ് എന്നുള്ള രീതിക്കൊക്കെ നിങ്ങൾക്ക് ഇരിക്കാം. നിങ്ങൾ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും ആ ഒരു ഐഡിയയിലേക്ക് നിങ്ങൾ എത്തണം. നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആ ഐഡിയയിലേക്ക് എത്തണം. നമുക്ക് പ്രോഫിറ്റ് എടുക്കാം. ഞാൻ പറഞ്ഞത് കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് 100% പ്രോഫിറ്റ് എടുക്കാം. സിഗ്നൽ ഗ്രൂപ്പിൽ കയറിയാൽ നിങ്ങൾക്ക് 100% മന്തിൽ പ്രോഫിറ്റിലിരിക്കാം. പക്ഷെ നിങ്ങളൊരു പ്രോ ട്രേഡർ ആവണമെങ്കിൽ മാർക്കറ്റ് എന്താണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് മനസ്സിലാവണം. അത് മാർക്കറ്റിൻ്റെ ഒപ്പം പോയാലേ പറ്റുള്ളൂ. പലരും ചോദിക്കുന്ന കാര്യങ്ങൾ ഇന്ന് മാർക്കറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവും. അതായത് ഒരു 12 മണിക്ക് ചോദിക്കുക, എക്സാമ്പിളാണ് കേട്ടോ. ഒരു 12 മണിക്ക് ഒരാൾ ചോദിക്കുകയാണ്, ഇനി ഒരു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും, വൈകിട്ട് സെക്ഷൻസ് മൂവ്മെൻറ്റ് ഉണ്ടാവുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിയില്ല എന്നേ പറയുള്ളൂ. അതെനിക്കറിയില്ലേ. ബേസിക്കലി ഞാൻ പറയാൻ 100% ഞാൻ പറയുള്ളൂ. അങ്ങനെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ പോയിട്ട് കാര്യമില്ല. അങ്ങനെ വേണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ പറ്റും. നിങ്ങൾക്ക് ഈസി ആയിട്ട് കമ്പാരിസൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു അസംഷൻ വെച്ചോ, ഇപ്പോൾ 24,000 നിൽക്കണത്, അത് 25,000 ആകുമ്പോൾ പിന്നെ മുകളിലേക്ക് പോകാൻ സാധ്യതകൾ കുറവാണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എനിക്ക്.
ഞാൻ അറിയില്ല എന്നാണ് ഒറ്റ വാക്ക് പറയാറ്. നിങ്ങളൊരിക്കലും അങ്ങനത്തെ പ്രഡിക്ഷൻസിൽ നിൽക്കരുത്. മാർക്കറ്റ് അവിടെ മൂവ് ചെയ്യണേന്ന് നമുക്ക് കാണിച്ചു തരും, അതെങ്ങനെയാണ് മൂവ് ചെയ്യണമെന്ന്. നിങ്ങൾക്കവിടെ പ്രൈസുകളും കാര്യങ്ങളൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് എടുത്ത് പോവുക. ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ള കാര്യമുള്ളൂ. ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ ട്രൈ ആണ് ഇതിൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. പേഷ്യൻസ് വേറൊരു ഘടകം. ഈ ട്രൈയും പേഷ്യൻസാണ് നിങ്ങളെ പ്രോഫിറ്റബിൾ ആക്കണത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ, പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ഒരു വട്ടം തെറ്റി കഴിഞ്ഞാൽ പിന്നെ പാനിക്കായി. നിങ്ങൾ ട്രൈ ചെയ്തിരുന്ന എല്ലാ ട്രേഡും നിങ്ങൾ ട്രൈ ചെയ്യും. ട്രൈ എന്ന് പറഞ്ഞാൽ ട്രൈയിൽ എല്ലാ കാര്യങ്ങളും പെടും കേട്ടോ. സ്റ്റോപ്പ് ലോസ് ടാർഗറ്റുകൾ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിനിങ്, ഓർഡർ പിക്കിങ്, അതായത് എങ്ങനെ എപ്പോഴാണ് ഒരു എൻട്രി എടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ എൻട്രി എടുക്കണം, ഇതൊക്കെ ഈ ട്രൈ എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? ഈ പേഷ്യൻസ്, ട്രൈ, ഈ രണ്ട് വേർഡും നിങ്ങൾ കറക്റ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഓൾമോസ്റ്റ് സക്സസ്സിലാണ് നിൽക്കുക. അതുകൊണ്ട് ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ കോഴ്സ് പഠിച്ചാലും എൻ്റെ സീനിയർ ഗ്രൂപ്പിൽ കയറിയാൽ നിങ്ങൾ പ്രോഫിറ്റിലിരിക്കും. അത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി മാത്രം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ലൈഫ് ലോങ്ങിലേക്ക് നിങ്ങൾക്ക് ലൈഫ് ലോങ്ങിലേക്ക് ഒരു ഫ്യൂച്ചർ എന്നുള്ള രീതിക്കൊക്കെ നോക്കണ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ക്യാൻഡിൽസിൻ്റെ ഒപ്പം ഇരുന്നാലാണ് പറ്റുള്ളൂ. ക്യാൻഡിൽസ് കറക്റ്റായിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരും എങ്ങനെയാണ് എൻ്റെ ബിഹേവിയർ എന്ന്. നിങ്ങൾ 9:15 തൊട്ട് 3:30 വരെ ക്യാൻഡിൽസിന് മുമ്പിൽ ഇരിക്കണം എന്നല്ല പറയണത്. നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ട ടൈം ഇരിക്കുക, ക്യാൻഡിൽസ് നോക്കാൻ പറ്റുന്ന ടൈമിൽ ട്രേഡ് എടുക്കുക, ഇത്രയൊക്കെ ചെയ്യാനുള്ളൂ. അപ്പോൾ തന്നെ ഒരു ഐഡിയയ്ക്ക് നിങ്ങൾ വന്നോളൂ. ഡെയിലി അത് റുട്ടീനാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു മെയിൻ ഇൻകം അല്ലായിരിക്കും, പക്ഷെ അത് പോകെ അത് മെയിൻ ഇൻകം എന്നുള്ള രീതിക്ക് വരും. മനസ്സിലായില്ലേ? ഇത് ഈസി ആയിട്ടുള്ളൊരു മേഖലയാണ്. ഇൻഡെക്സ് ഓപ്ഷൻസ് ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈസിയാണ്, ബേസ്ഡ് ഓൺ മൈ സ്ട്രാറ്റജി. മനസ്സിലായില്ലേ? എൻ്റെ ഒരു കൺസെപ്റ്റിൽ അത് ഈസിയാണ്. പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ടഫാണ്. അങ്ങോട്ട് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മേഖലയാണ്. അപ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള കാര്യമാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾക്ക് തിങ്കളാഴ്ച തൊട്ട് ഇത് അപ്ലൈ ചെയ്യാം. നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾ ഇത്തിരി ഡെവലപ്പ് ചെയ്യുക നിങ്ങളുടെ സ്കിൽസിന്, അത്ര ഉള്ള കാര്യം. ഇത്തിരി കോൺസെൻട്രേഷൻ, ഇത്തിരി ടൈം, ഇത്തിരി പേഷ്യൻസ്, നല്ല ട്രൈ, ഓപ്പർച്യൂണിറ്റികൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഞാൻ തരുന്ന കാര്യങ്ങൾ എടുക്കുക, അത് ട്രൈ ചെയ്യുക. അവിടെ കറക്റ്റായി നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് എല്ലാ പ്രാവശ്യം ഓപ്പർച്യൂണിറ്റി തരും. ഹോൾഡ് ചെയ്യുക, 10 മിനിറ്റ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ അത്രയ്ക്ക് നിങ്ങൾ നന്നായിട്ട് ചെയ്യുക. അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഇനി തിങ്കളാഴ്ചയാണ് മാർക്കറ്റ്, നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഇനി തിങ്കളാഴ്ച കാണാം. നല്ല ട്രേഡുകൾ കിട്ടട്ടെ. നിങ്ങൾ ഈ ആഴ്ച നല്ല പ്രോഫിറ്റിലാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. ഓവർ തിങ്കിങ്ങിൻ്റെ ആവശ്യങ്ങളില്ല. ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് വന്ന് ചേർന്ന സംഭവങ്ങളാണ്. നിങ്ങളത് കറക്റ്റായിട്ട് അതിൻ്റെ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്തു പോവുക. പ്രാക്ടീസ് ചെയ്യാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ട കാര്യങ്ങളാണ്. ഒരാളെ കൊണ്ടും അത് നിങ്ങളെ പഠിപ്പിക്കാനൊന്നും പറ്റില്ല. ഒരു സ്ട്രാറ്റജി പറഞ്ഞു തന്നാൽ അത് നിങ്ങൾക്ക് ചെയ്ത് അത് വരണം. നിങ്ങൾക്കത് ഈസി ആയിട്ട് വരണം. അപ്പോഴാണ് ഈസി പ്രോഫിറ്റ് വരുള്ളൂ. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച കാണാം. ഓക്കെ, ബൈ.